KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അതൃപ്തി പരസ്യമാക്കുന്നു കെ സുധാകരൻ. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ നിരാശയുണ്ട് എന്ന് തന്നെ കെ സുധാകരൻ 24-നോട് പറഞ്ഞു. സംസ്ഥാനത്ത് സംഘടനാപരമായ പോരായ്മയുണ്ടെന്ന് ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് നിരന്തരമായി AICC നേതൃത്വത്തെ അറിയിച്ചു. ഡൽഹിയിൽ യോഗത്തിൽ പോകുന്നതിൽ അർത്ഥമില്ല എന്ന് കരുതിയതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകാതിരുന്നത് എന്നും കെ സുധാകരൻ തുറന്നടിച്ചു. 24 ബിഗ് ബ്രേക്കിംഗ്. എനിക്ക് നിരാശയുണ്ട്, സ്വാഭാവികം. ഇതെല്ലാം മറച്ചു വെക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള ആളുകളെയൊന്നും കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ശത്രുക്കളെ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. കേസിനെ മാറ്റാൻ പാർട്ടിക്കുള്ളിൽ, സംസ്ഥാന പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ശ്രമം നടന്നിരുന്നു. അങ്ങനെ തന്നെ എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഒരുപാട് പ്രവർത്തകന്മാർക്ക് അതിൽ പ്രയാസമുണ്ട്, അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു നേതാവ് എല്ലാ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് ലേറ്റസ്റ്റായിട്ട് കിട്ടിയ അഭിപ്രായങ്ങൾ. പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിനില്ല എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അത്തരം കാര്യങ്ങളിലൊന്നും പരസ്യമായി പ്രതികരിക്കാൻ ഞാനില്ല. ഇന്ന് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് എല്ലാ നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും ഒരു പ്രതികരണവുമില്ല. പുതിയ നേതൃനിരയെ കേരളം സ്വീകരിച്ചെന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണവും ലഭ്യമാണ്. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞ താനാണ് വരുന്നതെങ്കിൽ ഞാൻ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നു പറഞ്ഞു. എന്ന് പറഞ്ഞ നല്ല വാക്കുകൾ. ഞാൻ സണ്ണി ജോസഫ് എനിക്ക് സഹോദരനാണ്, പലർക്കും അത് അറിയില്ലെങ്കിൽ സണ്ണി ജോസഫ് എനിക്ക് സഹോദരനാണെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. കെ സുധാകരനെ ജ്യേഷ്ഠ സഹോദരൻ എന്നാണ് ഞാൻ ചാർജ് എടുക്കൽ ചടങ്ങിൽ വിശേഷിപ്പിച്ചത്. വലിയ അതൃപ്തിയില്ല. ഞാൻ വന്നതിൽ നല്ല സന്തോഷമുണ്ട്. കേരളത്തിൽ നിന്ന് നല്ല പ്രതികരണമാണ്. നമ്മളുടെ നേതൃനിര, പ്രവർത്തകർ, അണികൾ, അതുപോലെ തന്നെ UDF കക്ഷികൾ, അനുഭാവികൾ, പൊതുജനങ്ങളെല്ലാം ഈ ടീമിനെ, വ്യക്തിപരമായിട്ട് എന്നെയല്ല, ഈ ടീമിനെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്തു. നല്ല ഉന്മേഷത്തിൽ, ആവേശത്തിൽ, പ്രതീക്ഷയിൽ, യോജിപ്പിൽ മുന്നോട്ട് നീങ്ങുകയാണ്. ശ്രീത്ത്, കെ സുധാകരൻ അതിർത്തി ഉണ്ട് എന്നുള്ള കാര്യം തർക്കം അക്കാര്യത്തില്ല. അതിന് മുമ്പ് ഞാൻ മാറില്ല, എന്നെ കൊണ്ട് ആർക്കും മാറ്റാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ പറയുന്ന പ്രതികരണം കേട്ടു. ഒരു അതൃപ്തിയും അതിലെ പരിഭവം പറച്ചിലെന്നതിനപ്പുറം ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാനിടയുണ്ടോ ശ്രീത്ത? പ്രതിഷേധം, പരിഭവം. ഹാഷ്മി, കേരളത്തിലെ കോൺഗ്രസിനുണ്ടായ നേതൃമാറ്റത്തിൽ കെ സുധാകരനും മറ്റു ചില മുതിർന്ന നേതാക്കൾക്കും അതൃപ്തിയുണ്ട് എന്ന കാര്യം പരസ്യമായ കാര്യമാണ്. അതിപ്പോൾ കെ സുധാകരൻ മാത്രമാണ് ഒരു പരസ്യ പ്രതികരണത്തിന് മുതിർന്നതെങ്കിലും കെ മുരളീധരൻ്റെയും മറ്റും പ്രതികരണങ്ങളിൽ ആ അതൃപ്തി ഒളിഞ്ഞിരിപ്പുണ്ട്. ശശി തരൂർ അടക്കമുള്ള ആൾക്കും കെ സുധാകരനെ ഇപ്പോൾ മാറ്റുന്നതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അവർ അക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അതിന് ഘടകവിരുദ്ധമായ ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡിൽ നിന്ന് വന്നത്. അക്കാര്യത്തിൽ ഒരു കൂടിയാലോചന ഫലപ്രദമായി നടന്നില്ല എന്ന വികാരം പാർട്ടിക്കകത്തുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന നിർണായകമായ ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള അവിവേകം കോൺഗ്രസ് നേതാക്കൾ കാണിക്കുമെന്ന് നേതൃത്വം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകില്ല എന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്നാൽ ഇതിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കാനിരിക്കുന്ന KPCCയിലെയും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെയും ഒക്കെ പുനഃസംഘടനയാണ്. ഈ പുനഃസംഘടനയിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് കാര്യമായ മാറ്റങ്ങൾ നടക്കാതിരിക്കാനും ഉള്ളവർക്ക് സ്ഥാനം നിലനിർത്തിപ്പോകാനും ഒക്കെ ഉള്ളൊരു രാഷ്ട്രീയ സമ്മർദ്ദം എന്ന നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള പരസ്യ കെ സുധാകരൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങളെ നേതൃത്വം വീക്ഷിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കരുതലോടെയാണ് നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചുള്ള പ്രതികരണം നടത്തി ഈ പ്രശ്നം വഷളാക്കാൻ നേതൃത്വം ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു മിതത്വമാണ് സണ്ണി ജോസഫിൻ്റെയും മറ്റും പ്രതികരണത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.